ഹായ് ഹലോ ആൻഡ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നൊരു അടിപൊളി ഗ്ലാസ് കേക്കിൻ്റെ റെസിപ്പിയാണ് ഞങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ ഗ്ലാസ് കേക്ക് ഞങ്ങൾ തണ്ണിമത്തനിലാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഗ്ലാസ് കേക്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം വേണ്ടതിന് പ്രധാനമായും വേണ്ടതാണ് ജെലൈറ്റിൻ ഒരു 10 ഗ്രാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ജെലൈറ്റിന് ആദ്യം നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് സോക്ക് ചെയ്ത് വെക്കാം. നന്നായിട്ട് അവിടെ കിടന്നിട്ട് സോക്കായി കിട്ടണം. ഇനി നമ്മളിത് ഫ്രൂട്ട്സ് വെച്ചിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് കുറച്ച് ഫ്രൂട്ട്സ് വേണം. ആപ്പിൾ എടുത്തിട്ടുണ്ട്, തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട്, അനാർ എടുത്തിട്ടുണ്ട്, പിന്നെ പാഷൻ ഫ്രൂട്ടും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ജെലൈറ്റിൻ നന്നായിട്ടൊന്ന് വെള്ളത്തിലൊന്ന് മിക്സാക്കി കിട്ടണം. നന്നായിട്ടൊന്ന് മെൽറ്റായി കിട്ടണം. അപ്പോൾ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഞാൻ പറഞ്ഞല്ലോ നമ്മളിത് തണ്ണിമത്തനിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തണ്ണിമത്തന് ഉള്ളിലത്തെ നമ്മളെ ഫ്രൂട്ടൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നന്നായിട്ട് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ജെലൈറ്റിൻ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിലേക്കൊരു 1/2 കപ്പോളം പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. മധുരം ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം. കേക്കായത് കാരണം കുറച്ചധികം മധുരം ഉണ്ടായിക്കോട്ടെ. പിന്നെ ഫ്രൂട്ട്സിലും നമുക്ക് മധുരം ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ ജെലൈറ്റിൻ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ആവാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ തണ്ണിമത്തൻ്റെ ആ ഒരു കേസിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമുക്കിത് സെറ്റാക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ട് ആ ഫ്രൂട്ട്സൊക്കെ ഇതിലിട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് കളർഫുൾ ആക്കി എടുക്കാനായിട്ട് പലതരം ഫ്രൂട്ട്സ് നമുക്ക് പച്ച മുന്തിരി ഉണ്ടെങ്കിൽ പച്ച മുന്തിരി ഇട്ട് കൊടുക്കുക, ഓറഞ്ച് ഇട്ട് കൊടുക്കുക, അങ്ങനെ ഇഷ്ടമുള്ള ഫ്രൂട്ട്സുകളൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഏകദേശം നമ്മളെല്ലാവരും നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് സെറ്റ് ആവാനായിട്ട് വെക്കുകയാണ്. ഒടിച്ച് വെച്ച് സെറ്റ് ആവാനായിട്ട് വെക്കുന്നുണ്ട്. ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കുക ചെയ്യുന്നത് കേട്ടോ. ഒരു 2-3 മണിക്കൂറോളം സെറ്റ് ആവാനായിട്ട് നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം. അപ്പോൾ സെറ്റായിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അപ്പം അമ്മ കട്ട് ചെയ്യുന്നുണ്ട്. എന്താണ് അവസ്ഥ എന്ന് നോക്കാം. സംഭവം അപ്പം ഇങ്ങനെയാണ് ആയിട്ടുള്ളത്. ഇതാണ് അവസ്ഥ. ഇതെന്താണ് ഇങ്ങനെ ആയെന്ന് വെച്ചാൽ അറിയില്ല. നല്ലോണം ഫ്ലോപ്പായി. ഗ്ലാസ് കേക്ക് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് എന്തോ ഒരു സാധനമായിട്ടാണ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ആയതെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതെങ്ങനെ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ആയതെന്ന് അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. നിങ്ങൾ ഈ വീഡിയോ ഇടേണ്ടി വെച്ചിട്ട് എന്താണ്. പിന്നെ നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ആർക്കെങ്കിലും ഒന്ന് അറിയെങ്കിലോ നമുക്കതൊരു ഉപകാരമല്ലേ. ഞാൻ അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ കുഴപ്പമില്ലാതെ നമുക്ക് ഉണ്ടാക്കാമല്ലോ വിചാരിച്ചിട്ട് ഇട്ടതാണ്. കുഴപ്പമൊന്നുമില്ല, കാണാൻ ചെയ്യില്ല എന്നുള്ളൂ. കഴിക്കാനൊന്നും കുഴപ്പമില്ല. നമ്മൾ ഫ്രൂട്ട്സും ജെലൈറ്റിനും തന്നെയല്ലേ. കഴിക്കാനൊന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ വീണ്ടും അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇത് ഞങ്ങൾ ജസ്റ്റ് ഒരു ഫ്ലോപ്പ് വീഡിയോ ആണ്. അപ്പോൾ അങ്ങനെയായിട്ട് എല്ലാവരും എടുക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ട എന്നും പറയുന്ന പോലെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.